ഹലോ, നമസ്കാരം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് അതിനാടകീയമായ സംഭവങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരം വെഞ്ഞാറമൂട്ടിലെ കൂട്ടക്കൊലപാതക കേസിലെ പ്രതി അഫാന്റെ ഉമ്മയുടെ മൊഴി. ആദ്യം അഫാന്റെ ഉമ്മ പറയുന്നത് താൻ കട്ടിൽമന്ന് വീണു പരിക്കേറ്റതാണെന്നാണ്. അപ്പൊ നമ്മൾ എല്ലാവരും കരുതുന്ന പോലെ തന്നെ അഫാന്റെ ഉമ്മ ബാക്കിയുള്ള കൊലപാതകങ്ങളൊന്നും അറിയാത്തത് കൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്നാണ്. പിന്നീട് ഇളയ മകന്റെ മരണം ഷെമിയെ അറിയിച്ചപ്പോഴും ഷെമി പറഞ്ഞത് താൻ കട്ടിൽമന്ന് വീണത് തന്നെയാണെന്നാണ്. ഷെമി ആ മൊഴിയിൽ ഉറച്ചു നിൽക്കുക തന്നെ ചെയ്തു. എന്തിനാണ് ഇത്രയും ക്രൂരമായിട്ട് സ്വന്തം സഹോദരനെ പോലും ഇല്ലാണ്ടാക്കിയ ആ കൊലയാളിയെ ആ ഉമ്മ എന്തിനാണ് സംരക്ഷിക്കാൻ നോക്കുന്നത്? നമ്മൾക്ക് ചിലർക്ക് പോലും തോന്നിയിട്ടുണ്ടാവും ആ ഉമ്മക്ക് ഇതിൽ എന്തെങ്കിലും പങ്കുണ്ടോ. എനിക്ക് വരെ തോന്നിപ്പോയി ആ ഉമ്മക്ക് ഇതിൽ എന്തെങ്കിലും പങ്കുണ്ടോ, അതുകൊണ്ടാണ് ആ ഉമ്മ മകൻ എത്രത്തോളം സംരക്ഷിക്കാൻ നോക്കുന്നതെന്ന്. കഴിഞ്ഞ ദിവസം SK അഫാന്റെ ഉമ്മയെ കാണാൻ ചെന്നു. അപ്പൊ അഫാന്റെ ഉമ്മയുടെ മൊഴി എന്ന് പറയുന്നത് വളരെ സങ്കടത്തോടെയുള്ള ഒരു മൊഴിയാണ് അഫാന്റെ ഉമ്മ അപ്പൊ SKയോട് പറയുന്നത്. അപ്പോഴും SKയോട് അഫാന്റെ ഉമ്മാന്റെ മൊഴി എന്ന് പറയുന്നത് താൻ കട്ടിൽമന്ന് വീണ് പരിക്കേറ്റു എന്ന് തന്നെയാണ്. അപ്പൊ SK ചോദിക്കുകയുണ്ടായി, മോൻ ചെയ്ത കാര്യങ്ങളെ കുറിച്ചൊക്കെ അറിഞ്ഞില്ലേ, മോൻ എന്തെല്ലാം ചെയ്തതെന്ന് അറിഞ്ഞില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോഴും ഉമ്മ പറയുന്നത് താൻ കട്ടിൽമന്ന് വീണത് തന്നെയാണ്, എനിക്കത് മാത്രമേ ഓർമ്മയുള്ളൂ എന്നാണ്. എന്നിട്ട് ആ മാതാവ് പറയുകയുണ്ടായി, എന്റെ മോനെ എങ്ങനെയെങ്കിലും ഇറക്കി തരണം, എനിക്ക് അവൻ മാത്രമേ ഉള്ളൂ, ഇളയവനില്ല, അവൻ പോയി, ഇനി എനിക്ക് ഇവൻ മാത്രമേ ഉള്ളൂ എന്ന് പറയുകയുണ്ടായി. എന്തിനാണ് ഇങ്ങനെ ഒരു മകനെ? എന്തിനാണ് ആ ഉമ്മാക്ക് ഇനി ഇങ്ങനെ ഒരു മകനെ? എന്തിന്റെ പേരിൽ സംരക്ഷിക്കാനാണ്? ഇന്നലെ ഷെമി മൊഴി മാറ്റി പറയുകയുണ്ടായി. തന്റെ മകന് തന്നെ ഷാൾ മുറുക്കി കൊലപ്പെടുത്താൻ ശ്രമിച്ചു എന്നാണ് ഇന്നലെ ഷെമി പോലീസിനോട് പറഞ്ഞ മൊഴി. ഇത്രയും നാള് മാറ്റാത്ത മൊഴി ഇന്നലെ എങ്ങനെയാണ് ഷെമി മാറ്റി പറഞ്ഞത്? എന്തിന്റെ റീസൺ കൊണ്ടാണ് ഷെമി ഇന്നലെ അങ്ങനെ പറഞ്ഞത്? മൊത്തത്തിൽ കൺഫ്യൂഷൻ ആയി പോകുന്ന ഒരു തരത്തിലുള്ള ഒരു കേസാണ് തിരുവനന്തപുരം വെഞ്ഞാറമൂട്ടിലെ കൂട്ടക്കൊലപാതകം. ഈ ഒരു കൊലപാതകത്തിലെ ദൃക്സാക്ഷി എന്ന് പറയുന്നത് ഷെമി മാത്രമേ ഉള്ളൂ. ഷെമിയുടെ മൊഴിയാണ് ഇതിൽ ഏറ്റവും അടിസ്ഥാനം. ഷെമി തന്നെ ഇടക്കിടക്ക് മൊഴി മാറ്റുന്നു. ആദ്യം പറയുന്നത് ഞാൻ കട്ടിൽമന്ന് വീണതാണെന്ന്, പിന്നെ പറയുന്ന ഒന്നും ഓർമ്മയില്ലാന്ന്, ഇപ്പൊ പറയുന്ന മോൻ കഴുത്തില് ഷാള് മുറുക്കി കൊലപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ടെന്ന്. ഇനി നാളെ അഫാൻ തന്നെ കോടതിയിൽ മൊഴി മാറ്റി പറഞ്ഞാൽ ഈ ഒരു കേസിന് എന്താണ് ബലമുള്ളത്? ആ ഉപ്പാനെ കാണുമ്പോൾ നമുക്ക് എല്ലാവർക്കും വേദനയോട് കൂടിയേ കാണാൻ പറ്റുള്ളൂ. കാരണം ഗൾഫ് പോയിട്ട് കഷ്ടപ്പെടുകയാണ് തന്റെ മക്കൾക്കും അതുപോലെ തന്നെ ഭാര്യയ്ക്കും കടങ്ങളൊക്കെ വീട്ടാൻ വേണ്ടിയിട്ട്. ആ ഉപ്പ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടുത്തെ കടബാധ്യതകളൊക്കെ തീർക്കാൻ വേണ്ടിയിട്ട് അവർക്ക് പൈസ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നാണ് ഉപ്പ പറയുന്നത്. പക്ഷെ അത് ഇവര് തീർത്തിട്ടില്ല. ഇവർക്ക് തമ്മിൽ എന്തോ പണമിടപാടുണ്ട്. എന്താണ് ഇവർക്ക് ഇത്തരത്തിലുള്ള പണമിടപാട് നമുക്കറിയില്ല. ഇവര് പറഞ്ഞു, ഇപ്പൊ ഇന്നലെ പറഞ്ഞ മൊഴിയിൽ അവർ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു, അതിന് യൂട്യൂബിലൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു എന്നൊക്കെ ഷെമി ഇന്നലത്തെ മൊഴിയിലൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് ഇത്തരത്തിലൊരു പണമിടപാട്? അതായത് എന്താണ് ഇവർക്കിടയിലുള്ള ഇത്തരത്തിലുള്ള ഒരു സാമ്പത്തിക ബുദ്ധിമുട്ട്? കാരണം ആ ബുദ്ധിമുട്ട് തീർക്കാൻ വേണ്ടിയിട്ടാണല്ലോ അഫാന്റെ ഉപ്പ അവിടുന്ന് പൈസ അയച്ചു കൊടുക്കുന്നത്. പിന്നെ ഇവർ ഈ ഒരു പണം കൊണ്ട് എന്ത് തരത്തിലുള്ള സാമ്പത്തിക ബാധ്യതയാണ് ഇവിടെ വരുത്തിയിട്ടുള്ളത്? ഇതൊക്കെ നമുക്ക് തക്കതായിട്ട് പറഞ്ഞു തരാൻ ഷെമി മൊഴി പറഞ്ഞേ പറ്റൂ. ഷെമി സത്യം പറഞ്ഞേ പറ്റൂ. എന്തിന്റെ റീസണിലാണ് കൊല നടത്തിയതെന്ന്, ഇനി എന്താണ് അവർക്ക് തമ്മിലുള്ള ഒരു സാമ്പത്തിക ബുദ്ധിമുട്ട് എന്ന് ഷെമി തന്നെ തുറന്ന് പറഞ്ഞേ ശരിയാവുള്ളൂ. അതുപോലെ തന്നെ SK പറയുകയുണ്ടായി അവർക്ക് വീട് വെച്ച് കൊടുക്കും. കാരണം പഴയ വീട്ടിലോട്ട് പോകാൻ ബുദ്ധിമുട്ടുണ്ടാവും. കാരണം അവിടെ ഒരുപാട് കൊല നടക്കുന്നതിന്റെ ഒക്കെ നമുക്കറിയാലോ, ഒരു ബുദ്ധിമുട്ടുണ്ടാവും ആ വീട്ടിലോട്ട് കയറി ചെല്ലാനെന്ന്. അപ്പൊ SK അവർക്ക് വീട് വെച്ച് കൊടുക്കാന്ന് പറയുന്നുണ്ട്. എന്തിന്? ഈ കൊലപാതകം നടന്നിട്ട് എത്ര ദിവസമായി? ഇതുവരെ തെളിവെടുപ്പോ കാര്യങ്ങളോ ഒന്നും ശരിക്കും കഴിഞ്ഞിട്ടില്ല. കോടതിയിൽ വിധി പ്രഖ്യാപിച്ചിട്ടില്ല ഇവന് ഇങ്ങനെ വിധി കൊടുക്കും എന്ന്. അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റും അവനെ തൂക്കിക്കൊല്ലും, അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റും അവനെ ജീവപര്യന്തം ജയിലിലിടുന്നു, നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. പിന്നെ എന്തിനാണ് അവർക്കൊരു വീട് നമ്മൾ വെച്ചു കൊടുക്കുന്നത്? എന്റെ നികുതി പണം കൊണ്ട് അവരെ തീറ്റിപ്പോറ്റുന്നത് എനിക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല കേട്ടോ. എനിക്ക് താല്പര്യം ഇല്ലാത്തൊരു കാര്യമാണ്. എന്റെ ഒരു നികുതി പണം കൊണ്ട് ഇവന്മാരെ ഒന്ന് തീറ്റിപ്പോറ്റിട്ട് യാതൊരു കാര്യമില്ല. പിന്നെ നാളൊക്കെ ഇവനൊക്കെ ഇറങ്ങിയിട്ട് സുഖമായിട്ട് ജീവിക്കാനാണ് നമ്മൾ ഇവർക്ക് വീട് വെച്ച് കൊടുക്കേണ്ടത്? അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇവർക്കൊക്കെ എത്ര വീട് വെച്ച് കൊടുക്കേണ്ടി വരും? ഇവനെ പോലെയുള്ളവർക്കൊക്കെ എന്തിനാണ് നമ്മൾ ഇത്തരത്തിലുള്ള ആൾക്കാർക്കൊക്കെ വീട് വെച്ച് കൊടുക്കുന്നത്? എത്രയോ പാവപ്പെട്ടവരുണ്ട് നമ്മുടെ നാട്ടില്, അവരെയൊക്കെയല്ലേ നമ്മൾ സഹായിക്കേണ്ടത്. അല്ലാതെ ഇവനൊക്കെ ഇത്രയും ക്രൂരമായിട്ട് സഹോദരനെ പോലും കൊലപ്പെടുത്തിയവനൊക്കെ വേണ്ടിയിട്ട് വീട് വെച്ച് കൊടുക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. SK ഈ ഒരു പറഞ്ഞ കാര്യത്തിന് എത്ര കമന്റ് നമ്മൾ വായിച്ചിട്ടുണ്ടെന്ന്, എത്രത്തോളം ആൾക്കാരാണ് അതിൽ ഇമോഷണൽ ആയിട്ട് രോക്ഷമായിട്ട് സംസാരിക്കുന്നവരുണ്ട്.
കാരണം നാളെ ഇറങ്ങിയിട്ട് അവനൊക്കെ സുഖമായിട്ട് ജീവിക്കാനാണ് നമ്മളൊക്കെ വീട് വെച്ച് കൊടുക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഷഹബാസിന്റെ കൊലപാതക കേസിലെ പ്രതികൾക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ നമുക്കാണ് ചെയ്തു കൊടുക്കാം. അവർക്ക് പുറത്തിറങ്ങി നടക്കാനുള്ള ഒരു അവസരം കൂടി നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം. അതല്ലേ നമുക്ക് ഇതിൽ വേണ്ടത്. ഇനി നാളെ നമുക്ക് ഇതിലും നല്ല വാർത്തകൾ കേട്ടും ഉണരുകയും ചെയ്യാം. കാരണം ഷഹബാസിന്റെ കൊലപാതകത്തിൽ പ്രതികൾക്ക് പിറ്റേ ദിവസം തന്നെ പരീക്ഷ എഴുതാനുള്ള അനുമതി കിട്ടി. ഈ കൊലയാളികൾക്ക് കൊടുക്കുന്ന മനുഷ്യാവകാശം കൊലപ്പെട്ടവനും ഇല്ലേ ഈ ഒരു മനുഷ്യാവകാശം, അതും കൂടി നമ്മൾ കണക്കിലെടുക്കണ്ടേ? നമുക്ക് എന്തെങ്കിലും ഒരു ഉറപ്പുണ്ട് ഇവർക്ക് കൊലക്കയർ കിട്ടും, അല്ലെങ്കിൽ ഇവരെ തൂക്കിക്കൊല്ലും, ജീവപര്യന്തം തന്നെ ജയിലിലിടുന്നു, നമുക്ക് എന്തെങ്കിലും ഒരു ഉറപ്പ് പറയാൻ പറ്റുമോ? പിന്നെ എന്തിനാണ് ഇവർക്കൊക്കെ നമ്മൾ വീട് വെച്ച് കൊടുക്കുന്നത്? നാളെ പുറത്തിറങ്ങിയിട്ട് സുഖമായിട്ട് ജീവിക്കാനോ? നാളെ പുറത്തിറങ്ങില്ല എന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്തു കൊടുക്കുന്നത്. നമുക്ക് എന്തെങ്കിലും ഒരു ഉറപ്പ് അതിൽ പറയാൻ പറ്റുമോ ഇവര് നാളെ പുറത്തിറങ്ങില്ല എന്ന്? അപ്പൊ ഇന്നലെ നടന്ന ഒരു സംഭവം നമ്മളെല്ലാരും കണ്ടിട്ടുണ്ടാവും. കോഴിക്കോട് ഭർത്താവ് ഭാര്യയെ വെട്ടിക്കൊന്നു. നല്ല ലഹരിക്ക് അഡിക്റ്റ് ആയിട്ടുള്ള ഒരാളാണ് ഭാര്യയെ വെട്ടിക്കൊന്നത്. കഴുത്ത് വെട്ടിക്കൊലപ്പെടുത്തേക്കാണ് ഭാര്യനെ, അതും വീട്ടിൽ കയറിയിട്ട്. കാരണം എന്തോ സെപ്പറേറ്റ് ആയിട്ട് ജീവിക്കുകയാണ് അവര്. വീട്ടിൽ കയറിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതും നമ്മുടെ കോഴിക്കോട് സ്വന്തം മാതാവിനെ വെട്ടിക്കൊന്ന ആഷിഖ് ഉണ്ടല്ലോ, MDM അഡിക്റ്റ് ആയിട്ടുള്ള അവന്റെ കൂട്ടുകാരനും കൂടിയാണ്. നമ്മൾ ഈ ന്യൂസ് അറിയുന്നത് ഇന്ന് രാവിലെയാണ്. കാരണം നമ്മൾ അവിടെ ഒരു ഫ്രണ്ട് ഉണ്ട്. അപ്പൊ ആ ഒരു ഫ്രണ്ട് മുഖേനയാണ് നമ്മൾ അറിയുന്നത്. ഈ ഫ്രണ്ടിന്റെ റിലേറ്റീവ്സും കൂടിയാണ് ഈ കൊലപ്പെട്ട പെൺകുട്ടി. അവര് നമ്മളോട് വേദനയോട് കൂടിയിട്ടാണ് നമ്മളോട് ആ കാര്യം തുറന്നു പറഞ്ഞത്. കാരണം മയക്കുമരുന്നിന് അഡിക്റ്റ് ആയിരുന്നു അവന്, സെപ്പറേറ്റ് ആയിട്ട് ജീവിക്കായിരുന്നു, ഇന്നലെ വീട്ടിൽ കയറിയിട്ടാണ് കൊലപ്പെടുത്തിയത്. പിന്നെ ആ പെൺകുട്ടിയുടെ ഉമ്മാക്കും ഉപ്പാക്കൊക്കെ വെട്ടിയിട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. മോളുടെ അവസ്ഥ എന്താണെന്ന് നമുക്കറിയില്ല. മോള് സേഫ് ആയിട്ടാണെന്ന് നമ്മൾ അറിയാൻ കഴിയുന്നത്. അപ്പൊ നമ്മൾ ചോദിച്ചു നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോന്ന് ചോദിച്ചപ്പോ ഇപ്പൊ ആ ഒരു റിലേറ്റീവിനെ ഒന്നും പറയാൻ കഴിയില്ല. കരഞ്ഞുകൊണ്ടാണ് പറയുന്നത്. കാരണം അവര് റിലേറ്റീവും കൂടി ആണല്ലോ. ഷഹബാസിന്റെ കൊലപാതകം തന്നെ പരീക്ഷ കഴിഞ്ഞാൽ അവർക്കുള്ള വിധി പ്രഖ്യാപിക്കും. നമുക്ക് പറയാൻ പറ്റുമോ അവർക്ക് തക്കതായ ശിക്ഷ കിട്ടുമെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ അവർക്ക് തൂക്കുകയർ കിട്ടും, അല്ലെങ്കിൽ അവർക്ക് കുട്ടികളാണെന്ന പരിഗണന കിട്ടും. ചിലപ്പോ അത് കിട്ടായിരിക്കും, കുട്ടികളാണെന്നുള്ള പരിഗണന കിട്ടായിരിക്കും. ശക്തമായ ഒരു ശിക്ഷ കിട്ടും, അല്ലെങ്കിൽ അവർക്ക് തൂക്കുകയർ കിട്ടും, ജീവപര്യന്തം കിട്ടുമെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. പിന്നെ നമ്മൾ ഈ ഒരു പ്രതിക്ക് എന്തിനാണ് നമ്മൾ വീട് വെച്ച് കൊടുക്കുന്നത്? ഷെമി ഇപ്പോഴും തന്റെ മകനെ പ്രൊട്ടക്ട് ചെയ്തിട്ടാണ് സംസാരിക്കുന്നത്. എന്റെ മകനെ എങ്ങനെയെങ്കിലും ഇറക്കി തരണം. ഇനി മകനെ ഇറങ്ങിയാൽ ഷെമി എന്തായാലും 2 കൈ നീട്ടി സ്വീകരിക്കും, ഇല്ലേ? ഇപ്പൊ ഇനി വെച്ചു കൊടുക്കുന്ന പുതിയ വീട്ടിലായിരിക്കും അവർ താമസിക്കുന്നത്. എന്തായാലും ഇപ്പം അവനെ ഷെമി 2 കൈയും നീട്ടി സ്വീകരിച്ചു. ഉപ്പാണ്ടത് നമുക്കറിയില്ല. സ്വീകരിക്കുമ്പോ ആ വീട്ടിൽ തന്നെ താമസിപ്പിക്കുകയായിരിക്കും. അങ്ങനെ താമസിപ്പിക്കാനായിരിക്കുമല്ലോ നമ്മൾ വീട് വെച്ച് കൊടുക്കുന്നത്, അല്ലെ? പിന്നെ അതുപോലെ തന്നെ ഇവർക്ക് വീടുണ്ടല്ലോ, ഇവര് വാടകയ്ക്കൊന്നും നല്ല വീടുണ്ടല്ലോ. ഈ വീട് വിറ്റാല് ഇവർക്ക് വേറെ വീട് ഇവർക്ക് തന്നെ കയറ്റി താമസിച്ചൂടെ? നമ്മള് വെച്ച് കൊടുക്കേണ്ട ഒരു ആവശ്യമുണ്ടോ? ഇനി കട എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിറ്റിട്ട്, അതായത് അഫാന്റെ ഉപ്പാന്റെ സ്ഥലത്ത് വീട് വെച്ച് കൊടുക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. വേറെ സ്ഥലം ഉണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇത് വിറ്റ് കഴിഞ്ഞാല് എന്തെങ്കിലും കടത്തേക്ക് കൊടുത്ത് ബാക്കി ഒരു ചെറിയ വീട് വെക്കാനുള്ള പൈസ അതിലുണ്ടാവില്ലേ? എന്റെ ഒരു ഒപ്പീനിയൻ ആണ് നിങ്ങളോട് പറയുന്നത്. നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നത് നമ്മളോട് സംസാരിക്കട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിലൊരു ഒപ്പീനിയൻ ഉണ്ടെങ്കിൽ നമുക്ക് കമന്റ്സിലൂടെ അറിയിക്കണം. എനിക്കൊരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ നാളെയൊക്കെ ഇവന് പുറത്തിറങ്ങി കഴിഞ്ഞിട്ട് സുഖമായിട്ട് ജീവിക്കാൻ വേണ്ടി ഒരു വീട് വെച്ച് കൊടുക്കുന്നു. ഇതിൽ അത്രേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇത്രയും ഒരു ക്രൂരമായ കൊലപാതകം നടത്തിയ ആ ഒരു കൊലയാളിയെ സ്വന്തം ഉമ്മ എന്തിനു സംരക്ഷിക്കണം? സ്വന്തം ഭർത്താവിനോട് പോലും പറഞ്ഞത് ഞാൻ കട്ടിൽ വന്ന് വീണു എന്നാണ്. എന്തിനാണ് നമ്മൾ ഇത്രയും ക്രൂരമായിട്ട് ഈ ഒരു ക്രൂര പ്രവൃത്തി ചെയ്ത് ഇവനൊക്കെ എന്തിനാണ് നമ്മൾ സംരക്ഷിക്കുന്നത്? നമ്മളെ മക്കളുടെ ആദ്യത്തെ ടീച്ചർ എന്ന് പറയുന്നത് നമ്മളാണ്. തെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ തെറ്റെന്നില്ല ചൂണ്ടിക്കാണിക്കാൻ അവരെ പഠിപ്പിക്കണം. അത് നമ്മൾ മറച്ചു വെച്ച് അവരെ അത് നമ്മൾ മറച്ചു വെച്ച് അവരെ സംരക്ഷിച്ചിട്ട് കാര്യമില്ല. ഇന്നത്തെ കാലത്ത് അവർ ഇതിലും വലിയ മൃഗങ്ങളായിട്ട് ഇനി മാറാൻ പോകുന്നത്. ഒരു കൂസലും ഇല്ലാതെ 5 പേരെ കൊലപ്പെടുത്തി ഇവനൊക്കെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഇതിലും വലുതായിരിക്കും ചെയ്യാം. അതും മയക്കുമരുന്നിന് അഡിക്റ്റ് ഒന്നല്ല, ബോധപൂർവമാണ് ഇവൻ കൊലപ്പെടുത്തിയിട്ടുള്ളത്. വെറും ആൽക്കഹോൾ മാത്രമേ കുടിച്ചിട്ടുള്ളൂ എന്നാണ് പറയുന്നത്. വേറെ ഒന്നും MDMO അല്ലെങ്കിൽ ലഹരി എന്തെങ്കിലും വേറെ വലിച്ചു കയറ്റിയിട്ട് ഒന്നുമില്ല. നല്ല ബോധപൂർവമാണ് അവന് ഈ 5 പേരെയും കൊലപ്പെടുത്തിയിട്ടുള്ളത്. പിന്നെ ഇവനൊക്കെ സംരക്ഷിച്ചിട്ട് നാളെ പുറത്തിറങ്ങിയിട്ട് ഇതിലും വലുത് ചെയ്യില്ല എന്ന് നമുക്ക് എന്തെങ്കിലും ഒരു ഉറപ്പ് പറയാൻ പറ്റുമോ? നമുക്ക് എനിക്ക് എന്റെ
പേഴ്സണൽ ആയിട്ടുള്ള ഒപ്പീനിയൻ പറഞ്ഞ എന്റെ നികുതി പണം കൊണ്ട് ഇവരന്മാരെ ഒന്ന് തീറ്റി പോറ്റുന്നതിന് യാതൊരു താല്പര്യമില്ല. നിങ്ങളുടെ താല്പര്യം എന്താണെന്ന് നിങ്ങൾ കമന്റ് ചെയ്യുക. ഇതിന്റെ കൂടുതൽ അപ്ഡേഷൻസ് നമുക്ക് വരും ദിവസങ്ങളിൽ കേൾക്കാവുന്നതാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ